ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുവാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സിദ്ദിഖ് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ എറണാകുളത്തെ ഓഫീസിലായിരുന്നു സിദ്ദിഖിന്റെ കൂടിക്കാഴ്ച. സിദ്ദിഖിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്നതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഇക്കാര്യത്തിൽ സിദ്ദിഖിന്റെ നീക്കങ്ങളും വളരെ പെട്ടെന്നാണല്ലോ. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്ന് കോടതിയെ അറിയിച്ചാൽ അത് സ്ഥിരമായിട്ട് ജാമ്യം കിട്ടുന്നതിന് സഹായകരമാകും. ഈ ഒരു നിയമോപദേശമാണല്ലോ സിദ്ദിഖിനുള്ളത്. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയത്തിലാണല്ലോ. നോട്ടീസ് അയക്കണോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ലല്ലോ ഇപ്പോൾ. ശരിയാണ് മഞ്ജുഷ. കാരണം സുപ്രീം കോടതിയിൽ നിന്നും ഈ വിധി പകർപ്പ് ലഭിച്ച ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമോ അല്ലെങ്കിൽ എപ്പോൾ ഹാജരാകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുമെന്നായിരുന്നു അന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ താമസമുണ്ടാകുന്നു. മാത്രമല്ല ഏത് സമയത്തും അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്ന കണ്ടീഷൻ സുപ്രീം കോടതി വെച്ചിരുന്നു. വിചാരണ കോടതിക്ക് മറ്റ് നിബന്ധനകൾ, ജാമ്യ നിബന്ധനകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായി സുപ്രീം കോടതി എടുത്തു പറയുകയുണ്ടായി. ഏത് സാഹചര്യത്തിലായാലും അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടാകണം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും എന്ന് തന്നെയായിരുന്നു. പക്ഷേ ആദ്യ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് ശേഷം വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ തുടരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഭാഷകരുമായി അദ്ദേഹം നിയമോപദേശം തേടുന്നുണ്ട്. ഇവിടുത്തെ ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ നിയമോപദേശം കഴിഞ്ഞ ദിവസം തേടാൻ സിദ്ദിഖും മകനും എത്തിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അഭിഭാഷകർ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്ര നേരം അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം അങ്ങോട്ടേക്ക് പോയതൊക്കെ അഭിഭാഷകരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ജാമ്യവുമായി ബന്ധപ്പെട്ട്, അതായത് നിരന്തരം അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന ഒരാൾക്ക് അത് ജാമ്യ വ്യവസ്ഥകൾ തുടരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ അത് ജാമ്യത്തിൽ തന്നെ തുടരാനുള്ള ഒരു ഇളവ് ലഭിച്ചേക്കാം എന്നൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ, ശരി, ഇന്ന് മിക്കവാറും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല.